ഓണമെല്ലാം കഴിഞ്ഞു, ഓണസദ്യ ഉണ്ണാൻ പറ്റിയില്ല, ഓണ സെലിബ്രേഷനും ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ദീപാവലിയുടെ തലേന്ന് സെലിബ്രേഷൻ വയ്ക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആരും അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു. ക്യാമ്പിലുള്ള മൊത്തം പേരും മാർക്കറ്റിലോട്ട് പോയി. പിന്നെയുള്ള 5 പേര് മാത്രമാണ് ക്യാമ്പിലോട്ട് സെലിബ്രേഷന് പോകുന്ന സ്ഥലത്തെത്തിയും ഫോഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ഒരുപാട് നേരം നിർത്തിയൊക്കെ ഇട്ടിരുന്നു. പിന്നെ പയ്യെ നീങ്ങി 3 to 4 hours ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു കുറേ ഫോഗൊക്കെ വന്ന് ടൈം ഒരുപാട് ഡിലേ ആയി. എന്നിട്ടും ഒരു 11:30 ആയപ്പോഴേക്കും നമ്മൾ ക്യാമ്പ് റീച്ച് ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ വടംവലി നടക്കുകയായിരുന്നു. ഡിസ്കവറി ക്യാമ്പ് ചേഞ്ച് ആയതിനു ശേഷം ആകാശ് രാജിനെ ഒരുപാട് ആളായി കണ്ടിട്ട്, ആളെയും കണ്ടായിരുന്നു. വഴിമാറു സീരസേ നീ എൻ്റെ മുമ്പിൽ, ആ പാട്ടല്ലേ. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഓണസദ്യ തിന്നാനായിട്ട് പോയി. എരിശ്ശേരി വന്നു, കാളൻ വന്നു, ചോരൻ വന്നു, ചോറ് വന്നു, പരിപ്പ് വന്നു, പായസം വന്നു. കൂട്ടി ഒരു ഓണസദ്യ ഗംഭീരമായിട്ട് കഴിച്ചു. എന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് തിരിച്ചു പോണ വഴി ആകാശ് രാജിൻ്റെ വക ഒരു പാട്ട്. എന്നിട്ട് ഷോപ്പിങ്ങിനായിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി തന്നു. എന്നിട്ട് നേരെ ഞാൻ ലുലുവിൽ കയറിയിട്ട് അവിടെ നിന്ന് സപ്ലിമെൻ്റ് ഷോപ്പ് തപ്പുകയായിരുന്നു. നേരെ സപ്ലിമെൻ്റ് ഷോപ്പിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് ഫിഷ് ഓയിൽ മേടിച്ചായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ 83 dirhamsന്റെ ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് മേടിച്ചായിരുന്നു. എന്നിട്ട് നേരെ ക്യാമ്പിലോട്ട്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.